അപ്പോൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ബസ് യാത്ര ചെയ്തിട്ടുണ്ടല്ലേ. ഞാനാണെങ്കിൽ കൂടുതലും ബസ്സിലാണ് യാത്ര ചെയ്യാറ്. കാരണം അത്യാവശ്യം മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ തന്നെയും കറണ്ട് ചാർജ് അടയ്ക്കാനായാലും സപ്ലൈകോയിൽ പോകാനായാലും മരുന്ന് വാങ്ങാനായാലും എല്ലാത്തിനും ബസ്സിലാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. ഏകദേശം 1 വർഷമേ ഉള്ളൂ കൂടുതൽ യാത്ര കുറച്ചിട്ട്. അപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം ബസ്സിലെ യാത്രക്കാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, നമ്മൾ റോഡരികിൽ ബസ് കാത്തു നിൽക്കുമ്പോഴുള്ള അനുഭവങ്ങൾ, നടന്നു പോകുമ്പോഴുള്ള അനുഭവങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ വാഹനങ്ങളുടെ തിരക്ക് കാരണം സത്യം പറഞ്ഞാൽ വഴിയെ നമുക്ക് നടക്കാൻ പോലും വയ്യ. കാരണം ഒരു വീട്ടിൽ 3-4 വാഹനങ്ങളാണ്. ഓരോരുത്തർക്കാണ് ടൂ വീലർ. റോഡിലോട്ട് ഇറങ്ങാനേ പറ്റില്ല. കാരണം നേരത്തേക്കെന്ന് പറഞ്ഞാൽ കാൽനടയാത്രക്കാരാണ് കൂടുതൽ. ഇപ്പോൾ വണ്ടികളാണ്, വാഹനങ്ങളാണ് കൂടുതലും. കാൽനടയാത്രക്കാർക്ക് സൈഡ് ചേർന്ന് പോകാൻ പറ്റത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ സൈഡ് കൊടുക്കുന്ന സമയത്ത് ഇടിച്ച് തെറിപ്പിച്ചു കളയും. കാരണം ഇവർക്ക് എങ്ങനെയും ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തണം. അതിപ്പം സൈഡിൽ ആര് പോയാലും ഒരു വിഷയമില്ല, ഇടിച്ച് തെറിപ്പിച്ചു കളയും. കാരണം നമുക്ക് സൈഡിലോട്ട് ഒരുപാട് മാറിപ്പോയാൽ ഓടയായിരിക്കും, ആ ഓടയിലേക്ക് നമ്മൾ വീഴും. അപ്പോൾ അങ്ങനെയാണോ അവസ്ഥ? കാരണം വാഹനങ്ങളുടെ സ്പീഡ് അതുപോലെ സ്പീഡിലാണ് നമ്മളെ ഇപ്പം ഇടിക്കും എന്നുള്ള രീതിയിലാണ് അവരുടെ വരവും. മിക്കവാറും ഇടിക്കും. അങ്ങനെ സംഭവിക്കാറുണ്ട്. സൈക്കിൾ യാത്രക്കാർക്കായാലും ഈ പറയുന്ന പോലെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരു വീഡിയോ കാണാനിടയായി. കാരണം ഒരു ബസ്സിൻ്റെ ഡ്രൈവർ, എറണാകുളത്തുള്ള ഒരു ബസ് ഡ്രൈവറാണ്. ബസ്സിൻ്റെ ഡ്രൈവർ ബസ്സിന് സ്പീഡ് കൂട്ടി ഓടിച്ചതിനെ തുടർന്ന് ആ വാഹനത്തിൽ തന്നെ യാത്രക്കാരൻ ഇറങ്ങി വന്ന് ബസ്സിനെ തടസ്സപ്പെടുത്തി ആ ബസ് ഡ്രൈവർക്ക് ചായ വാങ്ങിച്ചു കൊടുത്ത് പയ്യെ പോയാൽ മതി, സ്പീഡ് കുറച്ച് പോയി, ചായ നല്ല ചൂടുള്ള ചായയാണ്, ഊതി കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. അദ്ദേഹത്തെ കളിയാക്കി ആ ചായ കുടിപ്പിച്ചതിന് ശേഷമാണ്, പോലീസുകാർ ഇടപെട്ടിട്ട് പോലും ആ ചായ കുടിപ്പിച്ചതിന് ശേഷമാണ് ആ ബസ് എടുപ്പിക്കാൻ കൂട്ടാക്കിയത്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. കുറച്ച് പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ബസ് ജീവനക്കാരെ തടഞ്ഞു നിർത്തി തിളച്ച ചൂടുചായ കുടിപ്പിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇന്നലെ ഒരു കൊച്ചിനെ വണ്ടിയിൽ വാഴപ്പള്ളി ബ്ലോക്ക് ജംഗ്ഷനിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 മൂവാറ്റുപുഴ കാക്കനാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് വീണാണ് മുടവൂർ പാറയിൽ രാജീവന്റെ മകൻ അർജുന് പരിക്കേറ്റത്. ഇപ്പൊ കണ്ടല്ലോ. ഇപ്പൊ അല്പം ഞാൻ കാണിച്ചിട്ടുള്ളൂ, ഒരു അല്പം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, സൈഡിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് വാഹനങ്ങളുടെ സ്പീഡ് ഒരു തരത്തിൽ നമുക്ക് സൈഡ് ചേർന്ന് ഈ വണ്ടിയെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകാൻ പറ്റും. സൈഡിൽ കൂടി പോലും പോകാൻ പറ്റത്തില്ല. ഇനി അഥവാ റോഡ് ക്രോസ് ചെയ്യണമെങ്കിലോ, സീബ്ര ക്രോസിംഗ് ആണെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഒന്ന് കാത്തു നിന്നിട്ട് നമ്മളെ കണ്ടാൽ നമ്മൾ ആ നടുക്ക് നിന്നാൽ പോലും നമ്മൾ ഇടിച്ചിട്ട് പോകും വണ്ടി. കാരണം എത്ര വാഹനങ്ങളുണ്ടോ അത്രയും വാഹനങ്ങൾ ഒരു സ്കൂളിൻ്റെ മുമ്പിലുള്ള സീബ്ര ക്രോസിൻ്റെ കുട്ടികൾക്ക് നടന്നു പോകാനുള്ള പാത കണ്ടാലും അവർക്ക് ആ സ്ഥലമാകുമ്പോൾ അവരൊരിക്കലും സ്പീഡ് കുറയ്ക്കത്തില്ല. അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത്, അതായത് അവർക്ക് അവർ സ്പീഡ് കൂട്ടി അങ്ങ് പോകും. വഴിയെ നോക്കി നിൽക്കുന്നവർ, ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുന്നവർ അവിടെ തന്നെ നിൽക്കും. ഇനി ഒരു 50-100 വാഹനം പോയി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അത്രയും നേരം റോഡിൽ തന്നെ നോക്കിക്കേണ്ടി വരും. എന്നാൽ ഒരു സീബ്ര ക്രോസ് ആണ് അവിടെ കിടക്കുന്ന, അവിടെ ഒരു സിഗ്നൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴെങ്കിലും സ്പീഡ് കുറയ്ക്കണമെന്ന് ഡ്രൈവർക്ക് തോന്നാറില്ല. അപ്പോൾ ഈ നോക്കിയിരിക്കുന്ന ആളൊന്ന് ക്രോസ് ചെയ്ത് പൊക്കോട്ടെ, അവർ കുറേ നേരമായിട്ട് നിൽക്കുന്ന അതിനുള്ള അടയാളമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സീബ്ര ക്രോസ് എന്ന് പറയുന്ന ആ ലൈൻ കൊടുത്തിരിക്കുന്നത്. അവർ പൊക്കോട്ടെ എന്ന് ഒറ്റ വാഹനക്കാരും, അതായത് വാഹനം ഓടിക്കുന്നവരും കണക്കാക്കാറല്ല. എത്ര സമയം നോക്കി നിൽക്കണം എന്നറിയാം. റോഡൊന്ന് മുറിച്ച് കിടക്കാം, വലിയ പാടാണ്. ഇപ്പം തന്നെ ട്രാഫിക് ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാൻ എത്ര സിഗ്നൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ വണ്ടി ഓടിക്കുന്നവരൊന്നും അത് ശ്രദ്ധിക്കത്തേ ഇല്ല. നേരം വെളുക്കുമ്പോൾ, നേരം പുലരുമ്പോഴേ പണ്ട് ടിപ്പർ ലോറിയായിരുന്നു ആൾക്കാരെ ഇടിച്ച് വീഴ്ത്തുന്നത്. ഇപ്പോൾ അതിന് സ്പീഡൊക്കെ ശകലം കുറഞ്ഞെന്ന് തോന്നുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് മത്സര ഓട്ടമാണ്. കാരണം മറ്റുള്ള വണ്ടികളെക്കാളും കൂടുതൽ കളക്ഷൻ കിട്ടണം, അതാണ് ഇവർ ഉദ്ദേശം. അതായത് 2 വാഹനങ്ങൾ തമ്മിൽ, 2 ബസ്സുകൾ തമ്മിൽ 5 മിനിറ്റ് നേരം 10 മിനിറ്റ് നേരത്തെ ഗ്യാപ്പേ ഉള്ളെങ്കിൽ ഇതിനിടയിലുള്ള 2 വണ്ടിയുടെ കളക്ഷൻ കൂടെ ഒരു വണ്ടിക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇവരുടെ പോക്ക്. എത്രയും പെട്ടെന്ന് സ്റ്റാൻഡിലെത്തണം, വെച്ച് പിടിക്കണം. ആ വെച്ച് പിടിച്ച് പോകുന്ന പോക്കിൽ കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾക്ക്, സ്കൂട്ടർ യാത്രികർക്കും ഉണ്ടാകും അനുഭവങ്ങൾ. അപ്പോൾ അവിടെ ജീവനാണ് പൊലിയുന്നത്.
അപ്പോൾ ഇവർക്ക് കളക്ഷൻ കൂട്ടണം, അതാണ്. മിക്കവാറും ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഡോറിൻ്റെ അവിടെ കിളി കാണത്തില്ല. കിളി എന്നാണ് പറയുന്നത്, ബെല്ലടിക്കുന്ന ആളല്ലേ കിളി. അപ്പം അദ്ദേഹം കാണത്തില്ല. അപ്പം ഒന്നുകിലും ഡോർ കാണത്തില്ല, ഡോർ ഉണ്ടെങ്കിൽ തന്നെയും അത് ശരിക്കും അടയുന്നതായിരിക്കത്തില്ല, താനെ തുറന്നു പോകുന്നതായിരിക്കും. മിക്കവാറും എണ്ണത്തിന് ഡോർ കാണത്തില്ല അവിടെ, അല്ലെങ്കിൽ കിളി കാണത്തില്ല. അപ്പോൾ ഈ കയറുന്ന യാത്രക്കാർ തന്നെ ഡോർ അടയ്ക്കേണ്ട ഒരു ഗതികേടാണ്. അപ്പം അത് പിന്നെ പോട്ടെ, സാരമില്ല. പക്ഷെ നമ്മളൊരു ബസ്സിനെ കൈ കാണിച്ച് നിർത്തി കഴിഞ്ഞാൽ ആള് കയറുന്നതിന് മുമ്പ് ഇവർ ബെല്ലടിക്കും. അപ്പോഴത്തേക്കും കയറുന്ന ആളിന് എന്തെങ്കിലും ആവശ്യതയുള്ളവരോ കാലിന് വയ്യാത്തവരോ പ്രായമായവരോ ആണെങ്കിൽ അവർ ആ ഫുട്ബോളിൽ വീണത് തന്നെ റോഡിൽ വീഴും. അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും അതിന് നമ്മളൊരു സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് ബെല്ലടിക്കാൻ പറയും. ഒന്നുകിൽ ഒരു സ്റ്റോപ്പിൽ നിർത്താതെ 4 മൈൽ അകലെ കൊണ്ട് നിർത്തും. അവർക്ക് അവിടെ സ്പീഡാണ്, അവിടെ നിർത്താൻ അവർക്ക് പറ്റൂല. അവർക്ക് സ്പീഡ് കൂട്ടി അവർക്ക് കളക്ഷൻ കൂടുതൽ വാങ്ങിക്കണം. അപ്പം മിക്കവാറും ചെറിയ സ്റ്റോപ്പുകളിലൊന്നും നിർത്തത്തുമില്ല, അവർ മെയിൻ സ്റ്റോപ്പിലെ കൊണ്ട് നിർത്തത്തുള്ളൂ. അങ്ങനെയുള്ളൊരു കാര്യം. അപ്പം എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങുന്ന സമയത്തും ഇറങ്ങുന്നതിന് മുമ്പ് ബെല്ലടിച്ച് കളയും. അപ്പോൾ വണ്ടി ബെല്ലടിക്കുന്ന ഉടനെ എന്ത് ചെയ്യും, പുറകെ നിൽക്കുന്ന ആ കിളി ബെല്ലടിക്കുന്ന ഉടനെ എന്ത് ചെയ്യും, ഡ്രൈവർ ആള് കയറിയെന്ന് ഓർത്തുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴും അവിടെ അപകടം നടന്നു, അവിടെ ആള് വീണു, കയറുന്ന യാത്രക്കാർ വീണു പോകുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്, മത്സര ഓട്ടമാണ് വാഹനങ്ങൾക്ക്. അപ്പം ഇവർക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, കളക്ഷൻ കൂടുതൽ കിട്ടണം. അടുത്ത ബസ്സിന്റെ ഓട്ടം കൂടെ ഇവർക്ക് കിട്ടണം. അവിടെ യാത്രക്കാരുണ്ട്, അതുകൂടെ വെച്ച് പിടിച്ച്. കാരണം ആൾക്കാർ കയറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാലും വണ്ടി വിടത്തില്ല. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ ഇരുന്നവരും പോകത്തില്ല. അയ്യോ, ഇറങ്ങി പോകുമ്പോൾ ടിക്കറ്റിന് പണം കൊടുത്തില്ലേ, ഇപ്പം എങ്ങനെ പോകും? ഇപ്പം ഇതാണ് ബസ് ജീവനക്കാരുടെ, അതായത് ഡ്രൈവർമാരുടെയൊക്കെ ലക്ഷ്യം. കാരണം അവർക്ക് കളക്ഷൻ കൂടുതൽ കിട്ടിയാലേ അവർക്കും പ്രയോജനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സംഭവം, അല്ലെ അവരുടെ ജോലി പോകും, കളക്ഷൻ ഇല്ലെങ്കിൽ അവരുടെ ജോലി പോകും. എന്താണെന്ന് പറഞ്ഞാൽ യാത്രക്കാർക്കും അതിൽ യാത്ര ചെയ്യുന്നവർക്കും കാൽനട യാത്രക്കാർക്കുമാണ് വളരെ ബുദ്ധിമുട്ട്. റോഡിൽ കൂടി പോകുന്ന മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ സ്പീഡ് കൂട്ടി പോകുമ്പോൾ ജീവന് തന്നെ അപകടമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കണ്ട ഒരു യാത്രക്കാരനാണ് ഈ ബസ് ഡ്രൈവറെ ബസ് സ്റ്റോപ്പിൽ ചെന്നതിന് ശേഷം ചായ വാങ്ങിച്ച്, ചൂടുള്ള ചായ വാങ്ങിച്ച് ഊതി കുടിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അതിൻ്റെ അർത്ഥം പയ്യെ പോയാൽ മതി എന്നാണ്. അത് കഴിഞ്ഞിട്ട് നീ ഇത്ര സ്പീഡിലൊന്നും പോകണ്ട, ഈ ചായയൊക്കെ ഊതി കുടിച്ച് പയ്യെ പോയാൽ മതി എന്നൊന്ന് പാഠം പഠിപ്പിക്കാനായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കാണാം, ബായ്.